ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ചപ്പാത്തിയുടെ റെസിപ്പി നോക്കിയാലോ. ഞാനിത് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കി കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഞാനത് കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിച്ച അരിപ്പൊടിയാണ് കേട്ടോ, വേറെ ചൂടാക്കൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം, ഒന്ന് സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അരിപ്പൊടി മാത്രമാകുമ്പോൾ അത് പൊട്ടിപ്പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇപ്പം ഓയിലോ നെയ്യൊന്നും ചേർക്കണ്ട. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ ഇത്രത്തോളം വെള്ളം വേണ്ടി വരില്ല. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം കൂടുതൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കൂടി പോകരുത്, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചാൽ മതി. കയ്യിലങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കാം. നെയ്യാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും, നല്ലൊരു സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടുകയും ചെയ്യും. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുത്തോളൂ. നമ്മൾ മാവ് ഒരു 30 സെക്കൻഡ് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് പരത്തി വയ്ക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അരിപ്പൊടി ആയതുകൊണ്ട് ആ മാവൊന്ന് സെറ്റായിട്ട് വരാനായിട്ട് 1 മണിക്കൂർ സമയം അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒരു 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തി കുഴച്ചെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിന് ഇതുപോലെ ഒരു ഉരുള, നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ ഒരു ഉരുള എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പൊടി ഇട്ട് കൊടുത്ത് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അരിപ്പൊടി കൂടുതലായതുകൊണ്ട് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പൊടി ഇട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിതിനെ പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ഇതുപോലൊരു പാത്രം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഷേപ്പിൽ വരണമെന്നൊന്നുമില്ല സൈഡ്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചപ്പാത്തിയാണ്, കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ആക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു തവ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചു, അതിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഒരു സൈഡൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈഡും കൂടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് ഈ ഒരു സൈഡിലും കൂടി കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവി കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ച് മറിച്ചെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്ത് ചുട്ടെടുക്കണം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തി നമ്മൾ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റാണ്. അപ്പം നമുക്ക് ചപ്പാത്തിയൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. കൂട്ടുകാരെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്